വിധി നിർണയത്തിൽ പണം ഒഴുകുന്നുവെന്ന ആരോപണം ഉയരാറുള്ള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇത്തവണ കാണികൾ ഇടപെടുന്നു. ഔദ്യോഗിക ജഡ്ജിംഗ് പാനലിന് സമാന്തരമായി സാംസ്കാരിക പ്രവർത്തകരെ അണിനിരത്തി ബദൽ വിധി നിർണയം നടത്താനാണ് തീരുമാനം. കോഴിക്കോട്ടെ കൾച്ചറൽ ഇനിഷ്യേറ്റീവിന്റെ നേതൃത്വത്തിലാണ് ഇടപെടൽ. മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ തന്നെ ലക്ഷങ്ങൾ പൊടിക്കണം. വിധി നിർണയത്തിലും പണത്തിന്റെ ഇടപെടലുകൾ. കലയുടെ വർണ്ണപ്പൊലിമയിൽ ഉയർന്നു നിൽക്കുമ്പോഴും സ്കൂൾ കലോത്സവങ്ങളിലെ ഈ അവിഹിത ഇടപെടലുകൾക്ക് മുന്നിൽ പലപ്പോഴും യഥാർത്ഥ കലയ്ക്ക് പകച്ചു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. കോഴിക്കോട് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ സമാന്തര വിധി നിർണയം സംഘടിപ്പിച്ച് ഇടപെടാൻ തന്നെയാണ് കൾച്ചറൽ ഇനിഷ്യേറ്റീവിന്റെ തീരുമാനം. കേന്ദ്രീകരിക്കുന്തോറും കൂടുതൽ ജീർണിക്കുന്ന വലിയൊരു മാഫിയ പ്രവർത്തനമായിട്ടുണ്ട് സംസ്ഥാന കലോത്സവം. യുവകലാകാരന്മാരുടെ നീതി പുലർത്തുകയും അവരുടെ കഴിവുകൾ ആ തരത്തിൽ പരിഗണിക്കുകയും അവരെ പിന്തുടർന്ന് അവരെ വലിയ കലാകാരന്മാരാക്കുകയും ചെയ്യുന്ന പ്രവർത്തനം എന്ന അർത്ഥത്തിലാണ് ആ തരത്തിലൊരു സാംസ്കാരിക പ്രവർത്തനമായി യുവജനോത്സവം മാറണമെന്നാണ് കോഴിക്കോട് ആസ്വാദകർ ആഗ്രഹിക്കുന്നത്. മാമുക്കോയ, ജോയി മാത്യു, സുനിൽ സുഗത, സജിത മഠത്തിൽ തുടങ്ങിയവരായിരിക്കും സമാന്തര ജഡ്ജിംഗ് പാനൽ. ഒപ്പം ഓഡിയൻസ് ഗാലപ്പോളും ഉണ്ടാകും. ദിവസവും കലോത്സവ ബുള്ളറ്റിനും പുറത്തിറക്കും. കലോത്സവം കാണാനെത്തുന്നവർക്ക് കോഴിക്കോടിന്റെ ചരിത്രം പരിചയപ്പെടുത്താനും സാംസ്കാരിക പ്രവർത്തകർ തീരുമാനിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.